മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഒരു പുതുതായി ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അതിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന ഹദീസ് നാം ചർച്ച ചെയ്തു. അപ്പോ പുതുതാകുക എന്ന് പറഞ്ഞാൽ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. എന്നാൽ അവിടെ പുതുതാവുക, ബിദ്അത്ത് എന്നുള്ളത് അത് ഇബാദാത്തിലാണ്, ആരാധനാപരമായ കാര്യങ്ങളിലാണ്. എന്നാൽ അതിനോട് നാം നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരം അതിനോട് എതിരല്ല. അതുപോലെ ജുമുഅയുടെ 2 ബാങ്ക് അതിനോട് എതിരല്ല. തറാവീഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ നബി തങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് 20 റക്അത്ത്. പിന്നീട് നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ തറാവീഹ് നിസ്കാരം ഫർലാക്കപ്പെടുമെന്ന് പേടിച്ചു, അതുകൊണ്ടാണ് ജമാഅത്ത് നിർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിരുന്ന ആ ജമാഅത്തിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ ജുമുഅയുടെ 2-ാം ഭാഗ് അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജനങ്ങള് വിദൂര സ്ഥലങ്ങളിൽ നിന്നും ഈ പള്ളിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് 2-ാമത്തെ ബാങ്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടപ്പിലാക്കിയത്. ആ ഹദീസാണ് കഴിഞ്ഞ ഇതിൽ നാം ചർച്ച ചെയ്തത്. പിന്നെ അതിന്റെ വിശദീകരണത്തിൽ ബിദ്അത്ത് 2 ഐറ്റം ഉണ്ട്, ബിദ്അത്തുൻ ഹസനയുണ്ട്, ബിദ്അത്തുൻ സയ്യിഅയുണ്ട് എന്ന് നാം ചർച്ച ചെയ്തു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നാം ചർച്ച ചെയ്യുന്നത്. നാം എല്ലാവരും മുസ്ലിംകളാണ്. മുസ്ലിമായിരിക്കുമ്പോൾ നാം ആ ഇസ്ലാം എന്താണ്, ഇസ്ലാമിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ആ ഇസ്ലാം എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതിൽ ആത്മാർത്ഥത, അതുപോലെ സത്യം, സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ആന്തരികമായ വിശ്വാസവും അതുപോലെ ബാഹ്യമായ പ്രവർത്തനങ്ങളും ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം രൂപപ്പെടുന്നത്. ബാഹ്യമായ പ്രവർത്തനങ്ങളും ആന്തരികമായ വിശ്വാസവും ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ഒരു ഇസ്ലാമിലായിട്ടുള്ള ഒരു ജീവിതം രൂപപ്പെടുന്നത്. എല്ലാവരും വോയിസ് ക്ലിയർ ഉണ്ടാവൂലേ? ചുരുക്കി പറഞ്ഞ ഇസ്ലാം എന്നുള്ളത് കേവലം ഒരു പ്രവർത്തനങ്ങൾ മാത്രമല്ല, മറിച്ച് അതൊരു വിശ്വാസിയുടെ ഹൃദയ ശുദ്ധിയും അതുപോലെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ് ഇസ്ലാം എന്നുള്ളത്. ഈ വിഷയത്തെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട 2 ഹദീസുകളാണ് നാം ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തത് ദീനി എന്നുള്ളത് ഗുണകാംക്ഷയാണ് എന്ന് പറയുന്നുണ്ട്. ദീനി എന്നുള്ളത് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. ഇങ്ങനെയുള്ള ഇതൊക്കെ ചെറിയ ഹദീസുകളാണ് ഞാൻ പറയുന്നത്. ഈ ചെറിയ ഹദീസുകളാണെങ്കിലും അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വിശാലമാണ്. ചെറിയ വാചകങ്ങളിൽ വളരെ വിശാലമായ അർത്ഥമുള്ള ഹദീസുകളുടെ പേരാണ് ജവാമിഉൽ കലിം എന്ന് പറയും. ജവാമിഉൽ കലിം. മുഹമ്മദ് സുഹൈൽ പോയോ? ചെറിയ ഹദീസുകളാണെങ്കിലും അർത്ഥതലങ്ങൾ വളരെ വിശാലമാണ്.
അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് ജവാമിഉൽ കലിം എന്ന് പറയുക. അപ്പോ ദീന് എന്നുള്ളത് ഗുണകാംക്ഷയാണ്. അപ്പൊ എന്താണ് ഈ ഗുണകാംക്ഷ എന്നാൽ എന്താണ് നസീഹത്ത് എന്നാൽ? ഒരാൾക്ക് നന്മയുണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, അതിനായി നിലകൊള്ളുക. ഒരാൾക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അപ്പൊ അതിനായി നിലകൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഗുണകാംക്ഷ, നസീഹത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലുണ്ട്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പൂർണ്ണമായ വിശ്വാസിയാവുകയില്ല. അപ്പോൾ ഒരാൾ പൂർണ്ണമായ വിശ്വാസിയാകണമെങ്കിൽ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടണം. അപ്പൊ തനിക്കൊരു നന്മ കിട്ടുകയാണെങ്കിൽ ആ നന്മ ആർക്കും ലഭിക്കണം, എൻ്റെ സഹോദരനും ലഭിക്കണം. അതാണ് പറഞ്ഞത്, ഒരാൾക്ക് നന്മ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, അതിനായി നിലകൊള്ളുക. ആ ഹദീസിലൂടെ പ്രധാനമായും 5 തലങ്ങൾ നാം ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇഖ്ലാസ്. അപ്പൊ ദീന് ഗുണകാംക്ഷയാണ്. അപ്പൊ ദീന് ഗുണകാംക്ഷയാകുമ്പോൾ അതിലെന്ത് വേണം? അതിന് ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. അതുപോലെ ഖുർആൻ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരോട്, അതുപോലെ ഭരണാധികാരികളോട് നല്ല സത്യമാർഗത്തിൽ അവരെ സഹായിക്കണം. അവരിൽ നിന്ന് വല്ല തെറ്റുകളും വന്നെന്താക്കണം? തിരുത്തണം. അതുപോലെ സാധാരണക്കാരാണെങ്കിൽ അവരോട് കരുണ കാണിക്കണം. അവരൊരിക്കലും എന്താകാൻ പാടില്ല? ചതിയിൽ ഏർപ്പെടുത്താൻ പാടില്ല. കാരണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചതിക്കുന്ന ആള് ആരിൽപ്പെട്ട ആളല്ല, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അപ്പൊ ഈ ഹദീസാണ് നാം ഒന്നാമതായി പറയുന്നത്. പിന്നീട് ഇസ്ലാമിന്റെ സുരക്ഷയെ, ഇസ്ലാമിന്റെ മതിൽ, ഇസ്ലാമിന്റെ സുരക്ഷയെ സൂചിപ്പിക്കുന്ന ഹദീസാണ്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുക, അതുപോലെ സക്കാത്ത് നൽകുക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ. അപ്പൊ ഈ രണ്ടാമത്തെ ഹദീസിൽ പ്രധാനമായും 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഷഹാദത്ത്, അതാണ് അടിത്തറ. അതുപോലെ നിസ്കാരം, സക്കാത്ത്, അതുപോലെ സുരക്ഷിതത്വം, ജീവിതത്തിനും സ്വത്തിനും സംരക്ഷണം, മറ്റുള്ള ആളുകൾക്ക് സംരക്ഷണം നൽകുക. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് രണ്ടാമത്തെ ഹദീസിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസ് വായിക്കാം. അയാൻ മുഹമ്മദ് സമീർ. അപ്പൊ ഒന്നാമത്തെ ഹദീസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അബി റുഖയ്യത റളിയല്ലാഹു അൻഹു, അബൂ റുഖയ്യ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അബൂ റുഖയ്യ എന്നവരുടെ പേരാണ് തമീം ഇബ്നു ഔസിദ്ദാരി റളിയല്ലാഹു അൻഹു. അബി റുഖയ്യ സാധാരണ അറബികൾക്കിടയിലുള്ള ഒരു പദപ്രയോഗമാണ്, ഒരു സാധാരണ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ പേരുകൾ. അബൂ റുഖയ്യ, അതുപോലെ അബുൽ അബ്ബാസ്, അങ്ങനെയൊക്കെ പേരുകൾ ഉപയോഗിക്കും. ചില ആളുകൾ മക്കളിലേക്ക് ചേർത്തുകാണ്ട് അങ്ങനെ എന്താകാറുണ്ട്, പേര് വിളിക്കാറുണ്ട്. റുഖയ്യയുടെ ഉപ്പ എന്ന രൂപത്തിൽ. അതായത് തമീം ബിൻ ഔസിദ്ദാരി റളിയല്ലാഹു അൻഹു, തമീം ബിൻ ഔസിദ്ദാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീനു നസീഹ, ദീന് എന്നാൽ അത് ഉപദേശമാണ്, ഗുണകാംക്ഷയാണ്. അപ്പൊ ദീന് ഗുണകാംക്ഷയാണ്, ദീന് എന്നുള്ളത് ഗുണം കാംക്ഷിക്കലാണ്.
അപ്പൊ ഒരു ചോദ്യം വരുന്നുണ്ട്. കുൽന, ഞങ്ങൾ ചോദിച്ചു, ലിമൻ, ആർക്കുള്ള ഗുണകാംക്ഷയാണ്? അത് ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമതിഹിം. അല്ലാഹു തആലാക്കുള്ള ഗുണകാംക്ഷയാണ്, അതുപോലെ അള്ളാഹുവിൻ്റെ കിതാബിനുള്ള ഗുണകാംക്ഷയാണ്, വറസൂലിഹി അവൻ്റെ മുർസലിങ്ങൾക്കുള്ള ഗുണകാംക്ഷയാണ്, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ അതുപോലെ മുസ്ലിമീങ്ങളിലെ ഇമാമീങ്ങൾക്കുമുള്ള ഗുണകാംക്ഷയാണ്, വഅമതിഹിം അവരിൽ സാധാരണ ആളുകൾക്കുള്ള ഗുണകാംക്ഷയാണ് നസീഹത്ത് എന്നാൽ. അപ്പൊ ദീന് ഗുണകാംക്ഷ എന്താണ് എന്നാ പറഞ്ഞത്? ഗുണകാംക്ഷ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് നന്മയുണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, അതിനായി നിലകൊള്ളുക. അപ്പൊ തനിക്ക്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞല്ലോ, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരൻ കിട്ടുന്ന എന്താക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, എന്നാൽ അവൻ ഒരു പരിപൂർണമായ മുഅ്മിനാണ്. അപ്പൊ ഈ ദീന് ഗുണകാംക്ഷയാകുന്നതിൻ്റെ 5 തലങ്ങളാണ് ഈ ഹദീസിലൂടെ പറഞ്ഞത്. ഒന്ന്, ലില്ലാഹി അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ. അപ്പൊ ദീനി എന്നുള്ളത് ഗുണകാംക്ഷയാണ്, ലില്ലാഹി അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയാണ്. എങ്ങനെ അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ? നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും, ദീനിലെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴും എന്ത് വേണം? ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. അതുപോലെ വലി കിതാബിഹി അള്ളാന്റെ കിതാബിനോടുള്ള ഗുണകാംക്ഷയാണ്. എങ്ങനെയാണ് കിതാബിനോടുള്ള ഗുണകാംക്ഷ? അത് ഖുർആൻ പഠിക്കുകയും നമ്മുടെ സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക, അതാണ് ഖുർആനിനോടുള്ള ഗുണകാംക്ഷ. അതുപോലെ പ്രവാചകരോടുള്ള ഗുണകാംക്ഷയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ചര്യ, അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക, അത് കൊണ്ട് നടക്കുക. അതുപോലെ വലി അഇമ്മത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിലെ ഇമാമീങ്ങളോട്, അത് പണ്ഡിതന്മാരോട്, നേതാക്കളോടുള്ള ഗുണകാംക്ഷ. അപ്പൊ പണ്ഡിതന്മാരെയും അതുപോലെ ഭരണാധികാരികളെയും ഒക്കെ സഹായിക്കുക. അതുപോലെ തെറ്റുകളുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം തിരുത്തി കൊടുക്കുക. ആളുകൾക്കിടയിൽ വഷളാക്കാതെ നല്ല രൂപത്തിൽ പറഞ്ഞത് കൊണ്ട് തിരുത്തി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അടയാളമാണ്. അതുപോലെ സാധാരണക്കാരോട്, അവരോട് കരുണ കാണിക്കുക, ആരെയും ചതിക്കാതിരിക്കുക. കാരണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഞ്ചിക്കുന്ന ആള് ആരിൽപ്പെട്ട ആളല്ല, നമ്മളിൽപ്പെട്ട ആളല്ല. പിന്നീട് രണ്ടാമത്തെ ഹദീസ്, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നോട് കൽപ്പിക്കപ്പെട്ടു, അൻ ഉഖാത്തില അന്നാസ, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി എന്നോട് കൽപ്പിക്കപ്പെട്ടു, ഹത്താ യഷ്ഹദു, അവർ സാക്ഷ്യം വഹിക്കുന്നവരെ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും സാക്ഷ്യം വഹിക്കുന്നത് വരെ. അപ്പൊ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും സാക്ഷ്യം വഹിക്കുന്നത് വരെ യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുന്നത് വരെ. അതുപോലെ നിസ്കാരം നിലനിർത്താൻ, അതുപോലെ സക്കാത്ത് കൊടുത്തു വീട്ടാൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, അസമു മിന്നി ദിമാഹും, അവർ എന്നിൽ നിന്ന് അവരുടെ രക്തങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നു, ഇല്ല ബിഹഖിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ കൊണ്ടല്ലാതെ. അപ്പൊ ഒരാൾ പൊതുവായിട്ട് കാണുമ്പോൾ കാഴ്ചയിൽ ആളെന്തുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാം നോക്കേണ്ടത് അവന്റെ പുറംഭാഗമാണ്, അവന്റെ ഹൃദയത്തിലേക്ക് ചൂഴ്ന്നയിക്കേണ്ടതില്ല, ചൂഴ്ന്നന്വേഷിക്കേണ്ടതില്ല. അവൻ പ്രത്യക്ഷത്തിൽ അവൻ നിസ്കരിക്കുന്നുണ്ടോ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അവന്റെ ഉള്ളിലേക്ക് നാം നോക്കേണ്ടതില്ല. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഒരാളെ യുദ്ധം ചെയ്യാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വാള് കൊണ്ട് ഇങ്ങനെ വെട്ടാൻ നിന്നപ്പോൾ അയാൾ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരാളെ നബി തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ വധിച്ചു കളയാണോ? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷത്തിലേക്കാണ് നോക്കേണ്ടത്, ഹൃദയത്തിലേക്ക് നോക്കേണ്ടതില്ല. വഹിസാബുഹും, അവരുടെ വിചാരണ അത് അലല്ലാഹ്, അള്ളാഹുവിന്റെ മേലിലാണ്. അപ്പൊ പ്രത്യക്ഷത്തിൽ അയാളെ ഷഹാദത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അയാളെ വധിച്ചു കളയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോ ചുരുക്കത്തിൽ ഈ രണ്ടാമത്തെ ഈ ഹദീസിൽ നാം പറഞ്ഞത് ഇസ്ലാമിന്റെ സുരക്ഷാ പരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുക, സകാത്ത് നൽകുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിൽ ഒന്നാമതായി പ്രധാനമായും 5 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഷഹാദത്ത്, അതാണ് അടിത്തറ, ഇസ്ലാമിന്റെ അടിത്തറ സാക്ഷ്യം വഹിക്കലാണ്. പിന്നീട് നമ്മുടെ പ്രാക്ടിക്കലായ കാര്യങ്ങൾ, നിസ്കാരം, അതുപോലെ സാമൂഹികമായ കാര്യം സകാത്ത്, പിന്നീട് ജീവിതത്തിൽ സ്വത്തിനും അതുപോലെ ജീവിതത്തിനും സംരക്ഷണം നൽകുക. ഒരു കാഫിറായ അയാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അയാളെ ജീവനും അതുപോലെ അയാളെ സ്വത്തിനൊക്കെ എന്തുണ്ട്? പവിത്രത ഉണ്ട്. അപ്പൊ അതിന് അന്യായമായി തൊടാൻ ആർക്കും അവകാശമല്ല. ഒരു ഹിന്ദു സഹോദരൻ അയാൾ മുസ്ലിമായി, എന്നാൽ അയാളെ ജീവനും അയാളെ സ്വത്തിനെന്തുണ്ട്? ഒരു പവിത്രതയുണ്ട്. അതിനെ ആർക്കും അന്യായമായി തൊടാൻ ആർക്കും അവകാശമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യന് നിഷിദ്ധമാണ്, ഹറാമാണ്. അവന്റെ രക്തവും സ്വത്തും മാനവും അവന്റെ അഭിമാനവും എല്ലാം നിഷിദ്ധമാണ്. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യന് മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ വധിക്കാൻ അധികാരമില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ അവൻ ഷഹാദത്ത് കലിമ ചൊല്ലുന്നുണ്ടോ, എന്നാൽ എന്തില്ല, അവനെ വധിച്ചു കളയാൻ യാതൊരു നിർവാഹവുമില്ല. അതാണ് നബി തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമിന് നിഷിദ്ധമാണ്, ഹറാമാണ്, അവന്റെ രക്തവും സ്വത്തും അഭിമാനവും എല്ലാം. അപ്പൊ വിചാരണ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. നാം ഒരാളെ വിലയിരുത്തേണ്ടത് അയാളുടെ ബാഹ്യമായ നമുക്കിടയിൽ കാണപ്പെടുന്ന പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ്, അല്ലാതെ അയാളെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഹദീസ്, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരാളെ വധിച്ചു, നിങ്ങൾ അയാളുടെ ഹൃദയം പിളർന്നു നോക്കിയിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പൊ ബാഹ്യമായ പ്രവർത്തനം നോക്കിയിട്ടാണ് നാം വിധി കൽപ്പിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ളത് അല്ലാഹു തആലക്ക് അറിയും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ളത് അല്ലാഹു തആലക്ക് അറിയും. പ്രത്യക്ഷത്തിൽ അയാൾ മുസ്ലിമാണ്, അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ വധിച്ചു കളയൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അപ്പൊ ഈ 2 ഹദീസുകൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ദീൻ ഉപദേശമാണ്. ആർക്കുള്ള ഉപദേശമാണ്? അത് ഗുണകാംക്ഷയാണ് അള്ളാഹുവിനും അള്ളാഹുവിന്റെ കിതാബിനും അള്ളാഹുവിന്റെ റസൂലിനും അതുപോലെ മുസ്ലിമീങ്ങളിലെ ഇമാമീങ്ങൾക്കും അതുപോലെ പൊതുവായിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കുമുള്ളൊരു ഗുണകാംക്ഷയാണ് നസീഹത്ത്. അതുപോലെ അവസാനം പറഞ്ഞ ഈ ഹദീസും, ഈ 2 ഹദീസുകളും നാം കൂട്ടി വായിക്കുമ്പോൾ
നമുക്ക് ഈ സൂറത്തിലു ഈ രണ്ട് ഹദീസുകളിലൂടെ ലഭിക്കുന്ന പാഠം എന്താണ്? ഒന്ന്, സന്തുലിതാവസ്ഥ. അതായത് ബാഹ്യമായ കാര്യങ്ങളെ ഊന്നി പറയുമ്പോൾ നാം പറഞ്ഞു, ബാഹ്യമായ കാര്യങ്ങൾ, നിസ്കാരം, സക്കാത്ത്, അതുപോലെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ. മറ്റൊന്ന് ആന്തരികമായ പ്രവർത്തനങ്ങൾ, ഗുണകാംക്ഷയെ ഊന്നി പറഞ്ഞു. അപ്പൊ ബാഹ്യമായ പ്രവർത്തനമാകുന്ന നിസ്കാരം, സക്കാത്ത് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ആന്തരികമായ ഗുണകാംക്ഷ പോലുള്ള കാര്യങ്ങൾ, ഈ രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ഒരു മതം പൂർണ്ണമാകുന്നത്. അപ്പൊ ഹൃദയത്തിലുള്ള ആ നസീഹത്തും ഈ നസീഹത്തിലൂടെ ഇഖ്ലാസും, അതുപോലെ ആന്തരികമായ ആ ഗുണകാംക്ഷയും, പിന്നെ സന്തുലിതാവസ്ഥയും, ബാഹ്യമായ നമ്മുടെ നിസ്കാരവും സക്കാത്തും, ഇവയെല്ലാം കൂടിച്ചേരുമ്പോഴാണ് മതം പൂർണ്ണമാകുന്നത്. പിന്നീട് ഇതിലൂടെ മറ്റുള്ളവരുടെ പോരായ്മകൾ കാണുമ്പോൾ നാം അവരെ ആക്ഷേപിക്കാനല്ല, പരസ്പര ബഹുമാനം വേണം. അതാണ് വലിയ ഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഇമാമീങ്ങളോട്, അതുപോലെ വആമത്തിഹിം, അവരിലെ സാധാരണക്കാരോടുമുള്ള ഗുണകാംക്ഷയാണ്. അപ്പോൾ ഒരാളിൽ നിന്ന് ഒരു പോരായ്മ കണ്ടു കഴിഞ്ഞാൽ അയാളെ ആക്ഷേപിക്കാതെ, മറിച്ച് അവരോട് നസീഹത്ത്, ഗുണകാംക്ഷ കാണിക്കുകയാണ് നാം ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഈ ഹദീസിലും നമുക്ക് ഇസ്ലാം എന്നുള്ളത് ആരുടെയും സ്വത്തോ ജീവനോ കവർന്നെടുക്കാനുള്ളതല്ല, മറിച്ച് ഈ ഇസ്ലാം എന്നുള്ളത് അത് സംരക്ഷണം നൽകാൻ വേണ്ടി വന്നതാണ് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പൊ എല്ലാവരും ക്ലാസ്, ഇത്രയാണ് നമ്മൾ ക്ലാസ് ഉള്ളത്. എല്ലാവർക്കും മനസ്സിലായോ? മുഹമ്മദ് സുഹൈൽ, സക്കിയുദ്ദീൻ മനസ്സിലായില്ലേ? ആ ആ ആ ആ രണ്ടാമത്തെ ഹദീസിൽ അല്ലേ? എന്നോട് കൽപ്പിക്കപ്പെട്ടു, വൻ ഉഖാത്തിലന്നാസ, ജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യാൻ, ഹത്താ യഷ്ഹദു, അവര് സാക്ഷ്യം വഹിക്കുന്നത് വരെ. അപ്പൊ അത് എന്താണ്? ഇസ്ലാം ആകാത്തവരെ പറ്റിയാണ്. അത് ഇസ്ലാമിന്റെ തുടക്കത്തിൽ എന്താണ്? ഈ ഹദീസ് എന്താണ്? നസ്ഖ് ചെയ്യപ്പെട്ട ഹദീസാണ്. ആ ഹദീസുകൾക്കിടയിൽ നാസിഖ്, മൻസൂഖ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു ഹദീസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഹദീസ് എന്താവും? മൻസൂഖാവും. അപ്പൊ നാസിഖ്, മൻസൂഖ് എന്ന നിലക്കുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളെ നാട്ടിലത്തെ മുശ്രിക്കീങ്ങളെ വധിച്ചു കളയാണെന്നല്ല അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ നേരെ അർത്ഥം വെക്കുമ്പോൾ അങ്ങനെ കിട്ടും. അപ്പൊ എന്നോട് കൽപ്പിക്കപ്പെട്ടു ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ. അപ്പൊ അവര് ഷഹാദത്ത്, അപ്പൊ ഒരു മുസ്ലിം ആകുന്നത് വരെ യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. അനസ്ഖായിട്ടുണ്ട്, ദുർബലമായിട്ട്. എങ്ങനെ? ആ ആ ആ എങ്ങനെ? മകളതിന്റെ ഇടയിൽ എന്തോന്ന് പറഞ്ഞില്ലേ? ആ ഉണ്ട് ഉണ്ട്. ആ ആ
അപ്പോൾ അവർക്ക് ഈ നാസിഹ് മൻസൂഖ് അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടോയെന്ന് പരിശോധിക്കേണ്ടതാണ്. അതെ, അത് എന്താണ് നേർക്ക് നേരല്ലാണ്. എന്താ നബി നിങ്ങൾ പറഞ്ഞ ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യൻ എന്താണ് നിഷിദ്ധമാണ്. പിന്നെ യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ എന്താവൂല, അങ്ങനെ വധിച്ച് കളയൂല. അത് സുന്നികളോടല്ലേ കാണിക്കുന്നത്. അത് എന്താ യഥാർത്ഥ മുസ്ലിങ്ങളല്ല, അവരെന്താണ് ഒരു തീവ്രവാദ സ്വഭാവമുള്ള ആളുകളാണ്. ഇപ്പൊ മൗദൂദിസം പോലത്തെ കാര്യങ്ങളൊക്കെ, അവരൊക്കെ എന്താ ഉള്ളിൽ എന്തുണ്ട്, തീവ്രവാദം ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ഹദീസിലൂടെ പറഞ്ഞല്ലോ അല്ലെ, ദീൻ എന്താണ്, നസീഹത്താണ്, ഗുണകാംക്ഷയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ എന്താണ് ഈ ദീന് നസീഹത്താണ് എന്നതിൻ്റെ അർത്ഥം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് 4 ഓപ്ഷനുകൾ. അപ്പൊ ദീന് നസീഹത്താണ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ശരി ഉത്തരം. ഒന്ന്, റിലീജിയൻ ഈസ് അബൌട്ട്, ഇത് കാണില്ലേ, ലെസൺ പ്ലാൻ ഉണ്ടേന് അല്ലേ, മതം ആചാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഒരു ഓപ്ഷൻ. പിന്നെ ഓപ്ഷൻ ബി കൊടുത്തിട്ടുണ്ട്, അള്ളാഹുവിനോടും അവന്റെ ഗ്രന്ഥത്തോടും അവന്റെ ദൂതനോടും നേതാക്കളോടും മുസ്ലിം സമൂഹത്തോടുമുള്ള ആത്മാർത്ഥമായ ഉപദേശം. പിന്നെ മൂന്നാമത്തത് മതം വ്യക്തിപരമായ ആരാധനയെക്കുറിച്ചാണ്. 4-മത്തെ ഓപ്ഷൻ മതം ഒരു രഹസ്യമാണ്. അപ്പൊ എന്താണ് ഗുണകാംക്ഷ എന്നാൽ എന്താണ്? അത് 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉത്തരം അള്ളാഹുവിനോടും അവന്റെ ഗ്രന്ഥത്തോടും അവന്റെ റസൂലിനോടും നേതാക്കളോടും മുസ്ലിം സമൂഹത്തോടുമുള്ള ഒരു ആത്മാർത്ഥമായ ഉപദേശമാണ് നസീഹത്ത് എന്നാൽ. പിന്നീട് ആർക്കാണ് ആത്മാർത്ഥമായ ഉപദേശം നൽകേണ്ടത്? ആർക്കാണ്? അടുത്ത സുഹൃത്തുക്കൾക്ക്, അതുപോലെ അള്ളാഹുവിനും അവന്റെ ഗ്രന്ഥത്തിനും അവന്റെ ദൂതനും മുസ്ലിം നേതാക്കൾക്കും എല്ലാ മുസ്ലിമുകൾക്കും. അതുപോലെ നേതാക്കൾക്ക് മാത്രം, കുടുംബങ്ങൾക്ക് മാത്രം. അപ്പോൾ അള്ളാഹുവിനും അവന്റെ ഗ്രന്ഥത്തിനും അവന്റെ ദൂതനും മുസ്ലിം നേതാക്കൾക്കുമാണ് ഇത് നസീഹത്ത്. നമ്മള് ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞില്ല, അദ്ദീനു നസീഹ, ദീനുക എന്താണ്, ഗുണകാംക്ഷയാണ്. അത് ആർക്കുള്ളതാണ്? അള്ളാഹുവിനിക്കാണ്, അള്ളാഹിന്റെ കിതാബിനിക്കാണ്, അള്ളാഹുവിന്റെ ദൂതനിക്കാണ്, റസൂലിക്കാണ്. അതുപോലെ നാം ഈ പറഞ്ഞ 2-മത്തെ ഹദീസ്, എന്നോട് കൽപ്പിക്കപ്പെട്ടു ഞാൻ യുദ്ധം ചെയ്യാൻ അവര് സാക്ഷ്യം വഹിക്കുന്നതുവരെ. അപ്പൊ ഈ ഹദീസ് അനുസരിച്ച് ആളുകൾക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്, 1 ടാക്സ് അടക്കുക, 2 മതപരമായ ക്ലാസുകളിൽ പങ്കെടുക്കുക, 3 അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ ദൂതനാണെന്നും സാക്ഷ്യപ്പെടുത്തുക, പ്രാർത്ഥന നിലനിർത്തുക, സകാത്ത് കൊടുക്കുക. അപ്പോൾ ആളുകൾക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അത് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് സാക്ഷ്യം വഹിക്കുക. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യനാകുമ്പോൾ അവരുടെ രക്തത്തിന് എന്തുണ്ട്? പവിത്രത ഉണ്ട്. അപ്പൊ അവനെ ഒരു മുസ്ലിമായ മനുഷ്യനെ
മറ്റൊരു മുസ്ലിമായ മനുഷ്യൻ വധിച്ചു കളയാൻ പാടില്ല. അപ്പൊ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കുക. അതുപോലെ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തുവിട്ടുക. അപ്പൊ ഇത്ര വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ 2 ഹദീസുകൾ ചർച്ച ചെയ്തത്. പിന്നെ എല്ലാവരും അവരെ പേരുകളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടാം കേട്ടോ. നമ്മളെ ഹാഷിം തങ്ങള് പോയ ഹാഷിങ്ങളെ മൈക്ക ഓണായില്ലല്ലേ? പറയണം ഒന്ന്. അപ്പൊ ഇന്ന് നാം പ്രധാനമായും 2 ഹദീസുകൾ ചർച്ച ചെയ്തു. അപ്പോ ഇസ്ലാം എന്നുള്ളത് കേവലം നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, മറിച്ച് വിശ്വാസവും അതുപോലെ ഹൃദയ ശുദ്ധിയും നമ്മുടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും കൂടിയതാണെന്ത് ഇസ്ലാം എന്നുള്ളത്. അപ്പൊ ഇതിനെ സൂചിപ്പിക്കുന്ന 2 ഹദീസുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്തത്. അപ്പൊ ആദ്യമായി ദീനി എന്നാൽ എന്താണ്? ഗുണകാംക്ഷയാണ് എന്ന് പറഞ്ഞു. എന്താണ് ഗുണകാംക്ഷ എന്നാൽ? ഒരാൾക്ക് നന്മയുണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, അതിനായി നിലകൊള്ളുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, തനിക്കിഷ്ടമുള്ളൊരു കാര്യം മറ്റൊരാൾക്കും ഇഷ്ടപ്പെടുന്നത് വരെ അവൻ എന്താവൂല? യഥാർത്ഥ മുഅ്മിനാകൂല. അപ്പൊ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ ഇവനിക്കൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു കാര്യം ലഭിച്ചാൽ ഇത് ആർക്കും ലഭിക്കണം? തൻ്റെ സഹോദരനും ലഭിക്കണം എന്നും ഇഷ്ടം വെച്ചാൽ അവൻ എന്താവുള്ളൂ? ഒരു പരിപൂർണമായ മുഅ്മിനാവുകയുള്ളൂ, പരിപൂർണമായ വിശ്വാസിയാവുകയുള്ളൂ. അപ്പൊ ഇതിന്റെ 5 തലങ്ങൾ. ഇത് ദീനി നസീഹത്താന്ന് പറഞ്ഞു. ആർക്കുള്ള നസീഹത്താണ്? അത് അള്ളാഹുവിനിക്കുള്ള നസീഹത്താണ്. അള്ളാഹുവിനിക്കുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും എന്ത് വേണം? ഇഖ്ലാസ് വേണം. അപ്പോഴേ എന്താകുള്ളൂ? നമ്മുടെ ആ പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന്, വേദഗ്രന്ഥത്തോട്, അള്ളാഹുവിൻ്റെ ആ കിതാബിനോട് ഉള്ള നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. അപ്പൊ ഖുർആൻ പഠിക്കുക, അതുപോലെ ജീവിതത്തിൽ എന്താക്കുക? ഖുർആൻ പ്രാവർത്തികമാക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക. അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരോട്, നമ്മുടെ ഭരണാധികാരികളോട് അവരെ സത്യമാർഗത്തിൽ, അവര് സത്യം ചെയ്യുകയാണെങ്കിൽ ആ വിഷയത്തിൽ അവരെന്താക്കുക? സഹായിക്കുക. അവരിൽ നിന്ന് തെറ്റ് കണ്ടാൽ എന്താക്കുക? സ്നേഹപൂർവ്വം എന്താക്കുക? തിരുത്തുക. എല്ലാവരും നമ്മള് മാസൂമികളൊന്നും അല്ലല്ലോ. പല ആളുകൾക്ക് എന്താ തെറ്റ് സംഭവിക്കാം. അപ്പൊ എന്താക്കുക? കാണുമ്പോൾ എന്താക്കുക? അവരെ നല്ല രീതിയിൽ കണ്ട് എന്താക്കുക? തെറ്റ് തിരുത്താം. അതുപോലെ സാധാരണക്കാരാണെങ്കിൽ അവരോട് എന്താക്കുക? കരുണ കാണിക്കുക.
അവരെ ആരെയും എന്താക്കുക, ചതിക്കാതിരിക്കുക. കാരണം വഞ്ചന എന്നുള്ളത് അത് ഇസ്ലാമിനെ തന്നെ നശിപ്പിച്ച് കളയും. നബിതങ്ങൾ പറഞ്ഞു, നമ്മെ വഞ്ചിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ല. പിന്നീട് രണ്ടാമത്തെ ഹദീസിലൂടെ ഇസ്ലാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോ ഒരാള് ഷഹാദത്ത് പറയുന്നുണ്ട്, അതുപോലെ അവൻ നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുത്തു വിട്ടുണ്ട്, അങ്ങനെ അനുബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവനിക്ക് സുരക്ഷിതത്വമുണ്ട്. അവനെ വധിച്ചു കളയൽ എന്താണ്? നിഷിദ്ധമാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ശരീരം മറ്റൊരു മുസ്ലിമിന് എന്താണ്? ഹറാമാണ്. അതിന് സംഭവം പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിനിടയിൽ ഒരാളെ അങ്ങനെ വെട്ടാൻ നിന്നപ്പോ മൂപ്പരെന്ത് പറഞ്ഞു? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. അങ്ങനെ ഈ സംഭവം നബിതങ്ങൾ അറിഞ്ഞു. നബിതങ്ങൾ ചോദിച്ചു, അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് നിങ്ങൾ വധിച്ചു കളഞ്ഞില്ലേ, നിങ്ങൾ അഫലാ ശഖഖത ഖൽബുഹു, അദ്ദേഹത്തിന്റെ ഹൃദയം നിങ്ങൾ പിളർന്നു നോക്കിയിരുന്നോ എന്ന് നബിതങ്ങൾ ചോദിക്കുക. അപ്പൊ ഹൃദയം, അദ്ദേഹത്തിന്റെ ബാഹ്യമായ പ്രവർത്തനമാണ് നാം നോക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് നാം നോക്കേണ്ടതില്ല. ആ വിചാരണ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടുക്കലാണ്. അപ്പൊ നാം ഓരോരുത്തരെയും വിലയിരുത്തേണ്ടത് അവന്റെ പ്രത്യക്ഷമായ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ്. അപ്പൊ പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ് നാം ഒരാളെ വിലയിരുത്തേണ്ടത്. ഇപ്പോ നബിതങ്ങളെ കാലത്തും കുറെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. അവർ പ്രത്യക്ഷത്തിൽ എന്താവും? അവർ നിസ്കരിക്കും, അതുപോലെ മറ്റ് പ്രവർത്തനങ്ങൾ പങ്കെടുക്കും. അപ്പോ അവരെ എന്താണ് വിലയിരുത്തേണ്ടത്? എങ്ങനെയാണ്? അവിടെ പ്രത്യക്ഷം നോക്കിയിട്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും ഹൃദയം ആർക്കറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. പക്ഷെ ലാഹിർ അനുസരിച്ചാണ് എന്ത് പ്രവർത്തിക്കേണ്ടത്. അപ്പോ വിധി കൽപ്പിക്കേണ്ടതാണ് പ്രത്യക്ഷത്തിൽ നോക്കിയിട്ടാണ്, ഹൃദയത്തിൽ നോക്കിയിട്ടല്ല. അപ്പൊ അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലിയത് കൊണ്ട് അദ്ദേഹത്തെ വധിച്ചു കളയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്. അതുപോലെ നാം ഈ രണ്ട് ഹദീസുകളും നാം കൂട്ടി വായിക്കുമ്പോൾ ബാഹ്യമായ പ്രവർത്തനങ്ങളും ആന്തരികമായ പ്രവർത്തനങ്ങൾ ലഭിച്ചു. നിസ്കാരം, അതുപോലെ സക്കാത്ത്, അത് ബാഹ്യമായ പ്രവർത്തനങ്ങൾ. അതുപോലെ അദ്ദീനു നസീഹ, ദീൻ എന്താണ്? ഗുണകാംക്ഷയാണ്. അതിലൂടെ ഇഖ്ലാസ്, ആന്തരികമായ പ്രവർത്തനങ്ങൾ. അപ്പൊ ഈ ആന്തരികമായ പ്രവർത്തനങ്ങളും ബാഹ്യമായ പ്രവർത്തനങ്ങളും ചേരുമ്പോഴാണ് ഇസ്ലാം പരിപൂർണമാകുന്നത്. അതുപോലെ നമുക്ക് പരസ്പരമുള്ള ബഹുമാനം, മറ്റുള്ളവരുടെ പോരായ്മകൾ കാണുമ്പോൾ അവരെ പരിഹസിക്കാതെ, ആക്ഷേപിക്കാതെ നല്ല രൂപത്തിൽ അവരെന്താണ്? ഗുണകാംക്ഷിക്കണം, ഉപദേശിക്കണം. അതാണ് വലിയ അയിമ്മത്തിൽ മുസ്ലിമീന വഅമത്തിഹിം എന്ന് നാം സൂചിപ്പിച്ചു. അതുപോലെ ഇസ്ലാം എന്നുള്ള എന്താണ്? സമാധാനത്തിന്റെയും മതമാണ്. മറ്റുള്ളവരെ സ്വത്തോ അല്ലെങ്കിൽ ജീവനോ അപഹരിച്ചെടുക്കാനുള്ളതല്ല ഇസ്ലാം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ സക്കി എന്തെങ്കിലും സംശയം ഉണ്ടോ? അതൊരു സക്കിയുദ്ദീൻ ഹംദാൻ, അങ്ങനെ പേര്? സക്കി ഹംദാൻ, സക്കിയുദ്ദീൻ ഇല്ല അല്ലേ? മൗലാന മുഹമ്മദ് അൽ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ റഹ്മാനെ, ഞങ്ങൾ പഠിക്കുന്ന ഇൽമിനെ നാഫിയാക്കി തരണം റഹ്മാനെ. ഇൽമ് ജീവിതത്തിൽ പകർത്താൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ധാരാളം സ്വാലിഹായ അഅമാലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവെ, ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ മുത്തഖീങ്ങളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇഖ്ലാസ് ഉള്ളവരിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ എല്ലാവരുടെയും ബർസഖി ജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലുമാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണം റഹ്മാനെ.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم سيدنا محمد وعلى ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.